എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖസമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ നല്ലൊരു ദിനവും വരുന്നതായ എല്ലാ ദിനവും അത്തരത്തിലായി തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഈ ചാനലിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതും ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന ഓമന പേരോടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും അതിനോടനുബന്ധിച്ച് ചികിത്സ, മരുന്ന് ദിനംതനം ഒരു കുറി ചേർന്ന പോലെ അല്ലെങ്കിൽ ഒരു റെക്കറിങ് ഡെപ്പോസിറ്റ് ചെയ്തപോലെ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുക, അതൊരു ഹാബിറ്റായി തീരുന്ന ഒരു പ്രവണതയാണ് നമ്മളെല്ലാവരും കണ്ടുവരുന്നത്. ഇതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും വേണ്ട രീതിയിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള ഉറക്കം സാധ്യമാകാത്ത സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. വളരെ വൈകി ജോലിയും അല്ലെങ്കിൽ ഓരോരുത്തരെയും ദൈനംദിന കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ ശരീരത്തിന് റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ കൊടുക്കാത്തത് അസുഖത്തിന് വഴിതെളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ വേണ്ട രീതിയിൽ സമീകൃതമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിക്കുന്നുണ്ട്, പക്ഷേ വേണ്ട രീതിയിൽ ഒരു ആരോഗ്യകരമായ ഹ്യൂമൻ ലൈഫിന് ഒരു ബോഡിക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള വൈറ്റമിൻസ്, മിനറൽസ്, മൈക്രോന്യൂട്രിയൻസ്, മാക്രോന്യൂട്രിയൻസ്, പ്രോട്ടീൻ, സ്റ്റാർച്ച് ഇവ വേണ്ട രീതിയിൽ പ്രൊപ്പോർഷണലായിട്ട് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതോടൊപ്പം തന്നെ ജങ്ക് ഫുഡ്, ബേക്കറി സാധനങ്ങൾ, മൈദ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫുഡാണെങ്കിലും അതാണെങ്കിലും ഡ്രിങ്ക്സ് ആണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് പലരും ഫാസ്റ്റ് യുഗത്തിൽ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഒന്നിനും സമയമില്ല. ഭക്ഷണം കഴിക്കേണ്ടത് ആസ്വദിച്ച് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സലൈവയുമായിട്ട് കൂട്ടിക്കലർത്തിക്കൊണ്ട് വേണ്ട രീതിയിൽ ചവച്ചരിച്ച് കഴിക്കാൻ സമയക്കുറവ് കൊണ്ടും അശ്രദ്ധമായിട്ടും അത് കഴിക്കുന്നത് അറിയാതെ വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ സമീകൃതമല്ലാതെയും പ്രൊഫഷണൽ അല്ലാതെ രീതിയിലുള്ള ഫുഡിൻ്റെ രീതികളാണ് മറ്റൊരു കാരണം. അതോടൊപ്പം തന്നെ മെൻ്റൽ റിലാക്സേഷൻ, പ്രയറാകാം, പ്രാണായാമ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും നല്ലൊരു ആരോഗ്യാവസ്ഥയിലേക്ക് പോകാം. പല പില്ലറുകളുണ്ട്. അതായത് ശരിയായ രീതിയിലുള്ള ബ്രീത്തിങ് നടക്കുന്നെങ്കിൽ പൊല്യൂട്ടഡുള്ള എയറാണ് നമ്മൾ കിട്ടുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ വാട്ടർ ഇങ്ങനെ സായിപ്പും മറ്റും കുപ്പി വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഇനിയൊരു വരുന്ന കാലങ്ങളിൽ ശ്വസനവും അത്തരത്തിലായിക്കൂടാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശുദ്ധമായ ശ്വസനം അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ലെൻസിലേക്ക് അതിൻ്റെ കപ്പാസിറ്റിയിലെ വളരെ 5% പോലും വേണ്ട രീതിയിൽ ശ്വസനം നടക്കുന്നില്ല എന്നാണ് സയൻറ്റിസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിലൊരു ശ്വസനം, പ്രാണായാമം അല്ലെങ്കിൽ നടത്തം, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക, ഓട്ടം, അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു അസുഖത്തിനെ തുടർന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമ്മൾ നടത്തത്തെക്കുറിച്ച് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ചിന്തിക്കുന്നതും അത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ചെയ്തു കഴിഞ്ഞാൽ മരുന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ അസുഖങ്ങൾ പിടിപെട്ട് അത് കുറേ നാളുകൾക്ക് ശേഷം അത് നിത്യരോഗിയായി തീരുക, ക്രിട്ടിക്കൽ ഇൽനെസ്, പൾമണറി ഡിസീസ്, ക്യാൻസർ തുടങ്ങിയ മാരരോഗങ്ങളിലേക്കും പെട്ടെന്നാണ് ആൾക്കാർ കണ്ടെത്തുന്നത്, അനലൈസ് ചെയ്യപ്പെടുന്നത്, ചികിത്സ ആരംഭിക്കുന്നതും നിരന്തരം മരുന്ന് കഴിക്കേണ്ടി വരിക, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, സാമ്പത്തിക ക്ലേശത്തിലേക്ക് പോവുക, അവനവനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളും അവരുടെ ഡിപ്പെൻഡേഴ്സിനും, സ്പൗസ്, ഇപ്പം ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ, കുട്ടികൾ, അച്ഛനമ്മ, അങ്ങനെ പലരും ഇതിനോടനുബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ക്ലേശത്തോടെ അല്ലെങ്കിൽ പ്രയാസത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടുവരുന്നത്. 10 പേരെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കിയാൽ 4 പേരോ അതിലധികമോ ഇന്ന് ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ബാധകമായിക്കൊണ്ട് അല്ലെങ്കിൽ ബാധിച്ചുകൊണ്ട് ജീവിതം കഷ്ടിച്ച് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ചികിത്സക്ക് വിധേയമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മുടെ കണക്കുകൾ കാണിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഉറക്കം, അതോടൊപ്പം തന്നെ സമീകൃതമായ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഫുഡ് സമീകൃതമാണോ അല്ലയോ എന്നറിയാൻ ഇപ്പോൾ പ്രോട്ടീൻ ഒരു വെയ്റ്റിൻ്റെ അതായത് ആ 100 കുറച്ചുകൊണ്ടുള്ള, ഇപ്പം 155 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ 155 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 55 ഗ്രാം പ്രോട്ടീൻ എങ്കിലും നമ്മളുടെ ഫുഡിൽ പെടുത്തിയിരിക്കണം. എല്ലാവരും നമ്മളെ കേരളീയ ഭക്ഷണ രീതി അനുസരിച്ച് സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട്, ഒന്ന് മിനിമൈസ് ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ, റോ വെജിറ്റബിൾസ്, അതുപോലെ കുക്ക്ഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, ഇവ കാര്യങ്ങളും അത്യാവശ്യം പ്രോട്ടീൻ നമ്മളുടെ നിത്യജീവിതത്തിൽ പറ്റില്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻ്റ് എടുത്തുകൊണ്ടും, അങ്ങനെ സപ്ലിമെൻറ്റും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോസിൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഒപ്റ്റിമം വെൽനസ് 2NOV24 എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ
അതാത് സമയം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഇവിടെ ഹെൽത്തിനെ കുറിച്ചും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന ഓമനപ്പേരോട് പറഞ്ഞു നടക്കുന്നതിനെക്കുറിച്ചും ഏതാനും കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് വരുന്ന വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.